ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഇടാൻ വേണ്ടി എക്സൈറ്റഡ് ആയിട്ടിരുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പോൾ യൂട്യൂബ് തുറന്നാൽ മൊത്തം ബാക്ക് ടു സ്കൂൾ സീരീസാണ്. ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വ്ളോഗും അതേപോലെ തന്നെ ബാക്ക് ടു സ്കൂൾ ഹോൾ വീഡിയോ ഒക്കെയാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹോൾ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വ്ളോഗാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് തന്നെ കാഞ്ഞങ്ങാട് പോയതൊന്നുമല്ല, ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി തിരിച്ച് വന്നിട്ട് ഷോപ്പിങ്ങിനായിട്ട് പോയതാണ്. പക്ഷേ ഹോസ്പിറ്റലിൽ പോയിട്ട് രാവിലെ തന്നെ പണി കിട്ടി. അവിടെ ഡോക്ടർ ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ പീഡിയാട്രിഷ്യൻ്റെ ടോക്കനും എടുത്ത് ടുട്ടുവിനെയും കാണിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് ഷോപ്പിങ്ങിനായിട്ട് വന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛനും അമ്മയും കൂടെ ഫാമിലി ബസാർ വരെ പോയിട്ട് തിരിച്ച് വന്നു. മീൻസ് ഫാമിലി ബസാറിൽ കയറിയില്ല, ഇവിടെ ഓഫറൊക്കെ ഉണ്ടെന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയത്. എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ലിസ്റ്റ് എടുക്കാൻ മറന്നു. അത് പിന്നെ എപ്പോഴും അങ്ങനെയാണ്, എഴുതി വെക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. എന്നാലും നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചില സാധനങ്ങൾ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ അതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പെൻസിൽ പൗച്ചൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് വലുതും വേണ്ട, എന്നാൽ ഒരുപാട് ചെറുതും വേണ്ട, ഒരു മീഡിയമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അതൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ 2-3 സാധനങ്ങളൊന്നും വാങ്ങിയില്ല, ബാക്കിയെല്ലാം നമ്മൾ വാങ്ങി. അങ്ങനെ ഞാനും ടുട്ടും കൂടെ സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടി അവിടുന്ന് ബക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഇത് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ സ്നാക്സും ഇതൊക്കെ ഇട്ട് കഴിക്കുന്ന അങ്ങനത്തെ പാത്രമാണ്, മാഗി ബൗളൊക്കെ. അപ്പോൾ ഇപ്പം അമ്മ കാണിച്ച പാണ്ടയുടെ ഒരു പാത്രമാണ് നമ്മൾ ടുട്ടുവിനായിട്ട് എടുത്തത്. നമ്മൾ ഷോപ്പിങ്ങിന് വരുന്നതിൻ്റെ തലേ ദിവസമാണ് ടുട്ടു ചിപ്സും കൊണ്ട് പോകുമ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന വേറൊരു പാത്രം ഉണ്ടായിരുന്നു വീട്ടിൽ. നമ്മൾ ഷോപ്ലെക്സിൽ നിന്ന് വാങ്ങിയാൽ താഴെ വീണ് പൊട്ടിപ്പോയി. അപ്പോൾ ടുട്ടിന് ഭയങ്കര വിഷമായി. അവൻ പാത്രം കയ്യിൽ വെച്ചിട്ട് മൂക്ക് ചൊറിഞ്ഞതാണ്, അപ്പോഴാണ് അത് താഴെ വീണ് പൊട്ടിയത്. അപ്പോൾ ആ വിഷമം തീർക്കാൻ വേണ്ടി നമ്മളിന്ന് പാണ്ടയുടെ ഒരു പുതിയ മാഗി ബൗളൊക്കെ ടുട്ടുവിന് വാങ്ങി. അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഇന്ന് കുറച്ച് കൂടുതൽ സമയം വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നത് അമ്മയായിരുന്നു. അമ്മ പൗസ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചു, പക്ഷേ അത് ഓൺ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തല തിരിഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് കുറേ വീഡിയോ. നമ്മൾ സ്കൂളിലേക്കുള്ള ഐറ്റംസ് മാത്രമല്ല കേട്ടോ, അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അത്യാവശ്യം വില കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അടുക്കളയിലേക്കൊക്കെ അല്ലെങ്കിൽ വീട്ടിലേക്കൊക്കെ കുറേ സാധനങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങുന്നുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ്, അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട്, അത്യാവശ്യം വില കുറവുണ്ട്. അപ്പോൾ ഇന്ന് ഷോപ്പിംഗ് മൊത്തം അച്ഛനായിരുന്നു. അപ്പോൾ അടുക്കളയിലേക്ക് സാധനം വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ തവി പിന്നെ ചട്ടുകം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ അതൊന്നും നമുക്ക് കിട്ടിയില്ല എന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അമ്മയാണ് അന്നേരം ഫുൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ചെരുപ്പിൻ്റെ സെക്ഷനിലേക്ക് പോയി. ഈ ഫാൻസി ടൈപ്പ് മോഡേൺ ചെരുപ്പൊക്കെ ഇടാൻ പറ്റുന്ന ആൾക്കാർക്ക് പറ്റുന്ന നല്ല ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി പുതിയ ചെരുപ്പ് വാങ്ങി, അതുകൊണ്ട് വാങ്ങിയില്ല. അമ്മ ഒരെണ്ണം ഇട്ട് നോക്കി, പക്ഷേ അമ്മ അത് ഇഷ്ടപ്പെട്ടു, പക്ഷേ അതിൻ്റെ സൈസ് കറക്റ്റ് അല്ലായിരുന്നു, അതുകൊണ്ട് നമ്മളിത് വാങ്ങിയില്ല. പിന്നെ ടുട്ടുവിൻ്റെ ചെരുപ്പൊക്കെ ആകെ നാശമായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോന്നെടുത്ത് നോക്കി, ഒരെണ്ണം അച്ഛനെടുക്കും, ഒരെണ്ണം അവൻ തന്നെ പോയി എടുക്കും. എന്നിട്ട് ചിലത് കയറും, ചിലത് കയറുന്നില്ല. അങ്ങനെ അവസാനം നമ്മൾ ക്രോക്സ് അവന് വേണ്ടിയിട്ട് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ടുട്ടു പോയിട്ട് ഒരു പിങ്ക് എടുത്തുകൊണ്ട് വന്നു, ഞാനിപ്പോൾ അവിടെ തിരിച്ച് വെച്ചത്. പക്ഷെ അത് അവന് കുറച്ച് ലൂസായിരുന്നു, അതുകൊണ്ട് എടുത്തില്ല. അങ്ങനെ ഇപ്പം അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു കളർ എന്താ, ഒരു ബ്ലാക്ക് ഒരു ബ്ലൂ പോലത്തെ ഒരു കളറാണ്, ഒരു ക്രോക്സാണ്, അതെടുത്തു. പിന്നെ ആ പിങ്കും നമ്മൾ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അവന് കുറച്ചും കൂടെ നല്ല ഭംഗിയുണ്ടായിരുന്നു, അതായിരുന്നു അത് നോക്കി. പിന്നെ ബാഗ്സ്, ടോട്ട് ബാഗ്, അതുപോലെ തന്നെ സ്കൂളിലേക്കുള്ള ബാഗ് എല്ലാത്തിനും വില കുറവായിരുന്നു. അപ്പോൾ എനിക്ക് ടോട്ട് ബാഗ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഒടുക്കത്തെ റേറ്റ് ആയതുകൊണ്ട് നമ്മൾ അതേപോലെ ഇട്ട് നോക്കിയിട്ട് അവിടെ തിരിച്ച് വെച്ചു. അതാണ് അതിൻ്റെ ദേഷ്യം സങ്കടമൊക്കെയാണ് ഞാനിപ്പോൾ വീഡിയോയിലൂടെ തീർക്കുന്നത്. അത് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹത്തോടു കൂടി പോയപ്പോൾ 1.5 വിലയാണത്. നമ്മൾ അത്ര വലിയ സാധനമൊന്നും വാങ്ങിയില്ല, നമ്മൾ അപ്പം തന്നെ അവിടെ തിരിച്ചു വെച്ചു. ഞാനിപ്പോൾ കാണിച്ച ആ മഞ്ഞ ചെരുപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷേ ഓൾറെഡി ഒരു ചെരുപ്പ് വാങ്ങി. പിന്നെ മഴയത്ത് ഈ നനയ്ക്കാൻ പാടില്ലാത്ത ചെരുപ്പൊന്നും ഇടുന്നതിൽ കാര്യമില്ലല്ലോ. പിന്നെ നമ്മളവിടുന്ന് ഫാൻസി ഉണ്ടായിരുന്നു അവിടെ തന്നെ. അപ്പോൾ അവിടുന്ന് കുറച്ച് ബ്ലാക്ക് ബാൻഡ്സ്, ടിക്സ് ബ്ലാക്ക് ക്ലിപ്പുകൾ, ടിക് ടാക്സ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. തൊട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ ഡബ് ചെയ്യുമ്പോൾ എൻ്റെ മടയിൽ. അപ്പോൾ തൊട്ട് നിങ്ങൾക്ക് വേണ്ടി ഹലോ ഗൈസ് എന്ന് പറയുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ബില്ലടിക്കാനായിട്ട് പോയി. അവിടെ പിന്നെ ക്ലോക്കും കാര്യങ്ങളുടെ ഒക്കെ അടിപൊളി കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഇവിടെ ഒരു കുഞ്ഞു ക്ലോക്ക് വാങ്ങി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ക്ലോക്ക് അങ്ങനത്തെ സംഭവം നോക്കിയില്ല. പിന്നെ അവിടെ കുറേ ടൈപ്പ് കണ്ണാടി ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാ കണ്ണാടി ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ നമ്മൾ വാൾ സ്റ്റിക്കർ ഉണ്ടല്ലോ, സ്റ്റിക്കറല്ല വാൾ, എന്താണ് എൻ്റെ പേര്, വാൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബാക്കിയൊന്നും കിട്ടിയില്ല. വാൾ പിക്ചറാണ്. അങ്ങനെ ഇതിൻ്റെ ബാക്കി വീഡിയോ അടുത്ത പാർട്ടിൽ വരുന്നതായിരിക്കും. ടു ബി കണ്ടിന്യൂ. ലവ് യു ആൻഡ് ബൈ.